ഹബീബിന്റെ സദസ്സിലേക്ക് ഒരു കയറി വന്നിട്ട് ചോദിച്ചു, ഹബീബേ, ഞാൻ ഒരുപാട് ദുശീലങ്ങൾ ചെയ്യുന്നയാളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നയാളാണ്. ഞാൻ അതിൽ ആദ്യം ഏതാണ് ഉപേക്ഷിക്കേണ്ടത് ഹബീബേ? റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാം നീ ഉപേക്ഷിക്കേണ്ടതാണ്, എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നീ വിട്ടുനിൽക്കേണ്ടതാണ്. എന്നാൽ ആദ്യം തന്നെ നീ വിട്ടുനിൽക്കേണ്ടത് കളവ് പറയുന്നതിനെ തൊട്ടാണെന്ന് പുന്നാരപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുത്തുനബിയോട് ആ സഹോദരൻ പറഞ്ഞ, ശരി, ഞാൻ ഈ കളവ് പറയൂല ഹബീബേ എന്ന് മുത്തുനബിയോട് വാഴ്ത് കരാറുകൾ ചെയ്തു. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ പോയി. രാത്രിയായപ്പോ അദ്ദേഹത്തിന് ഒരു ദുസ്വഭാവമുണ്ട്, മറ്റുള്ള വീടുകളിൽ പോയി കക്കുക എന്നുള്ളൊരു ദുസ്വഭാവം. അങ്ങനെ കക്കാൻ വേണ്ടി, കളവ് നടത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്, ഞാൻ മുത്തുനബിയോടൊരു വാഴ്ത് ചെയ്തിട്ടുണ്ട്, കളവ് പറയൂല. അങ്ങനെ കളവ് പറയൂല എന്ന് പറഞ്ഞ ഞാൻ, വാഴ്ത് ചെയ്ത ഞാൻ, കരാറ് ചെയ്ത ഞാൻ, ഇന്ന് ഞാൻ കക്കാൻ പോയി. നാളെ മുത്തുനബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ മുത്തുനബി ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നീ എന്ത് ചെയ്തു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കളവ് പറയേണ്ടി വരും. എനിക്ക് കളവ് പറയാൻ പറ്റൂല ഇനി. അപ്പൊ സത്യം പറയണം, ഞാൻ കക്കാൻ പോയി. അങ്ങനെ കക്കാൻ പോയി എന്ന് ഞാൻ സത്യം പറഞ്ഞാലോ, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഞാൻ അപഹാസ്യനാകും. മാത്രല്ല, സ്വഹാബത്ത് എന്നെ കളിയാക്കി ചിരിക്കും. മാത്രമല്ല, കളവ് നടത്തിയാലുള്ള ശിക്ഷ, അഹദ് എന്നിൽ നടപ്പിലാക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കക്കാൻ ഞാൻ പോണില്ല. അവിടുന്ന് തുടങ്ങി അദ്ദേഹം പിറ്റേന്ന് മുതൽ അൽഹംദുലില്ലാഹ് മുത്തുനബിന്റെ സദസ്സിലെത്തി. നോക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരെ സംശുദ്ധീകരിച്ചത്, ഓരോരോ ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ടായിരുന്നു. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.